ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസമായി കണ്ടിട്ടല്ലേ? 2 ദിവസം സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് റീഡിങ് ഇടാൻ പറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് അവിടെ വന്നിട്ട് 9 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുന്ന, അത്ര മാനസികമായിട്ട് സംഘർഷപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് സംഘർഷമായിരിക്കും, കുറച്ച് മാനസികമായിട്ട് വിഷമമായിരിക്കും. രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ചിലപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓർത്തിട്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ പഠനം ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം. മാനസികമായിട്ട് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണെന്നാണ് കാണുന്നത്. കുറച്ച് സ്ട്രഗിളാണ്. അപ്പോൾ രാത്രിയിൽ നിങ്ങൾ ഉറക്കം ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇമോഷണലി വീക്കായിരുന്നിട്ട് കരഞ്ഞിട്ടുണ്ടാവും, കരഞ്ഞ് തളർന്നായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തലവേദനയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അസുഖം കാരണം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ആശുപത്രി കേസിൽ, നിങ്ങൾക്കല്ല മറ്റാരുടെയെങ്കിലും ആശുപത്രി കേസിൽ പെട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായി ഉറങ്ങാൻ നേരമൊക്കെ ഭയങ്കര ടെൻസ്ഡായിട്ടായിരിക്കും ഒരുപക്ഷെ കിടന്നത്. ഉറങ്ങാനൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ട് ചാടി എണീറ്റിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന കുറച്ച് ആളുകളുടെ എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രിയിലെ കാര്യം നമ്മളൊന്ന് ഇരുണ്ട് വെളുക്കുമ്പോഴേക്കും കുറേ കാര്യങ്ങളൊക്കെ മാറി മറിയും. ലോകം മൊത്തത്തിലൊന്ന് മാറി മറിയും. അതായത് ഭൂമി ഒരു പകുതി ഉരുളലും കൂടെ ഉരുളും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുക. കുറച്ച് സമയം കൂടെ നമ്മൾ മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുക. നമ്മൾ കുറച്ച് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ നല്ല തലവേദനയോ വയറുവേദനയൊക്കെ ആയിട്ടാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു സമാധാനം തോന്നും, ഒരു വേദനയൊക്കെ കുറവ് പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലത്തെ ഒരു ടെൻഷനിലൊക്കെയാണ് രാത്രി ഉറങ്ങിയിട്ടുള്ളതെങ്കിൽ ഇന്ന് രാവിലെ അതിൻ്റെ മൂഡ് സ്വിങ്സിൽ ഇരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ശരിക്കും ഇന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടി എണീക്കുക. എനിക്കിന്ന് നല്ല ദിവസം തന്നതിന് നന്ദി, ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നേരിടും, പോസിറ്റീവായിട്ട് നേരിടുമെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, പറഞ്ഞ് പഠിപ്പിച്ച്, എന്തിനേയും നല്ലൊരു പുഞ്ചിരിയോടുകൂടി നമുക്ക് നേരിടാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ആർജിച്ചെടുക്കുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെയാണ് മനസ്സിൽ പറയുക, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ നല്ലതാണ്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്, ഇന്ന് ഞാൻ എല്ലാത്തിനെയും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നേരിടും എന്ന് പറയുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയൊക്കെ ആയിരിക്കും കടന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അവരായിട്ട് പിന്നെ വഴക്കിൻ്റെ ബാക്കിക്ക് പോകേണ്ട ആവശ്യമില്ല. അതൊന്ന് സമാധാനമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതാണ് 9 ഓഫ് സോഡ്സ് കേട്ടോ. കുറച്ചൊരു മാനസിക സംഘർഷത്തിലായിരിക്കും രാത്രി കടന്നു പോയത്. രാവിലെ ആകുമ്പോൾ നിങ്ങളത് ഓക്കെ ആവും. ആ മൂഡ് സ്വിങ്സിൽ ഇരിക്കേണ്ട കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ. സെക്കൻഡ് കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്. ഇത് ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നേടി, അല്ലെങ്കിൽ ഇന്നൊരു പുതിയ തുടക്കമാണ്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ചെല്ലുവാണ്. അതായത് പുതിയൊരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളൊരു ചിലപ്പോൾ പുതിയ കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് പോകുന്നതായിരിക്കാം, പുതിയ ജോലി കിട്ടി പുതിയ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുന്നതായിരിക്കാം. അതൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ഇത് എന്താണ് ഒരു ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുവാണല്ലോ. ചിലപ്പം സ്കൂൾ തുറക്കുന്നത് കൊണ്ട്, സ്കൂൾ തുറക്കാൻ മീൻസ് +1-നും കോളേജുകാർക്കൊക്കെ സ്കൂൾ തുറക്കുമോ, കോളേജ് തുറക്കുകയൊക്കെ അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്കുള്ളൊരു റീഡിങ് ആയിരിക്കും. അവർ വളരെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ടെൻഷനായിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പേരൻസ് ഒക്കെ ആണെന്ന് വിചാരിക്കും, വീഡിയോ കാണുന്നത് പേരൻസ് ഒക്കെ ആണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ തലേദിവസം നിങ്ങളുടെ ടെൻഷൻ മുഴുവൻ അതായിരിക്കും. ഇവരെ രാവിലെ വിടുന്നതിന് തിരക്ക്, അതിൻ്റെ ടെൻഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കാർഡിലൂടെ കാണുന്നത്. അപ്പോൾ പുതിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ചേരുന്നു എന്നുള്ളതാണ്. ഇതൊരു ആഘോഷത്തിൻ്റെ കാർഡാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗദറിലോ ഒരു കല്യാണത്തിലോ കല്യാണ നിശ്ചയത്തിലോ ഒക്കെ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ്. അതായത് നിങ്ങൾ ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു പ്രതിഫലം കിട്ടുക, അല്ലെങ്കിൽ കൊള്ളാം നീ ചെയ്യുന്നത് ശരിയായിട്ടുണ്ട് എന്ന ആളുകളിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഒരു കല്യാണ നിശ്ചയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും എനർജിയാണ്. ഒരു റീയൂണിയൻ്റെ എനർജിയാണ് ഈ 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സോൾമേറ്റ്സിനെ
സോൾമേറ്റ് കാർഡാണ് ഓഫ് കോഴ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ഒരു എനർജി ഇല്ലേ, ട്വിൻ ഫ്ലെയിം റീയൂണിയൻ എന്നൊക്കെ പറയുന്ന എനർജി ഇല്ലേ, ആ ഒരു ഇതിൻ്റെ കാർഡാണ് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു 11 എന്നുള്ള നമ്പർ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഈ റീസെൻറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ടൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ വഴക്കുണ്ടാക്കി പിരിഞ്ഞ് നിൽക്കുന്ന ഈ വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകളൊന്നും പേടിക്കേണ്ട, അവിടെ റീയൂണിയൻ്റെ ദിവസമാണെന്നാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, ദെൻ 3 ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ ഇതൊരു കാർമിക്കിൻ്റെ കാർഡാണ്. 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഒരു കാർമിക്കിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ പെയിൻ അനുഭവിക്കേണ്ടി വരിക, നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ ഫലമായിട്ട് നമ്മൾ പെയിൻ അനുഭവിക്കേണ്ടി വരിക. എന്നിട്ട് നമ്മൾ ആലോചിച്ചു അങ്ങനെ പറയണ്ടായിരുന്നു എന്നോർത്ത് നമ്മൾ തന്നെ മാനസികമായിട്ട് സംഘർഷപ്പെടുന്ന ഒരു എനർജിയാണ് ഈ 3 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത്. നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ തെറ്റിപ്പോയത് കൊണ്ടായിരിക്കാം, നമ്മൾ പറഞ്ഞ വാക്ക് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം, നമ്മുടെ ചിന്തകൾ ശരിയാവാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പെയിൻ മനസ്സിലുണ്ടാവും. ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ ഇന്ന് കടന്നു പോകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. എംപററും കിങ് ഓഫ് സ്വാർഡ്സും ആണ്. ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ടൊരു വഴക്കിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹ്യൂമിലിയേഷൻ, നാണക്കേട്, അവർ കളിയാക്കുന്നതോ അല്ലെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു വഴക്കിൻ്റെയും ഈഗോ ഹേർട്ട് ആവുന്നതിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ മേ ബി ഇന്ന് അങ്ങനെ ഒരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കുറച്ചൊരു കോൺഫ്ലിക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ തിരിച്ച് നമ്മളത് മനസ്സിലാക്കുക. അവരവരുടെ പ്രഷർ കൊണ്ടായിരിക്കും പറയുന്നത്, നമ്മളപ്പോൾ നമ്മുടേതായ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അവർ പറയുന്നതിനെ ആ അർത്ഥത്തിലെടുത്താൽ മതി. ഇന്ന് അതൊരു കാർമിക് സിറ്റുവേഷനാണ്, അത് കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക, പെയിൻ അനുഭവിക്കാൻ നിൽക്കണ്ട. ഓക്കെ, വീണ്ടും 10 ഓഫ് സ്വാർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ഇത് മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ ഇത് മറ്റുള്ളവർ നമ്മളെ ബാക്ക് സ്റ്റാബിങ് ഒക്കെ ചെയ്യുന്നതാണ്. നമ്മളെ കളിയാക്കുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, തളർത്തുക, പുറകിൽ നിന്ന് കുത്തുക, ഇതൊക്കെയാണ് 10 ഓഫ് സ്വാർഡ്. ഇത് നാണം കെട്ട് കിടക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ച് നമ്മളെ ആക്ഷേപിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളാകെ തകർന്നു പോകത്തില്ലേ, അങ്ങനെ നമ്മൾ നാണം കെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു പെയിൻഫുൾ എൻഡിങ് ആണ്. ഇത് രണ്ടും കാർമിക്കിൻ്റെ കാർഡാണ്. ഇതൊരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതിൻ്റെയാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താനോ ഇൻസൾട്ട് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ആരാണ് അത് ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നിങ്ങൾ വഴക്കിന് പോകേണ്ട ആവശ്യമില്ല. വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, വഴക്കിന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക, അത് വേണ്ട രീതിയിൽ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുക. അതാണ് 10 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോലി ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാനോ ഇത് റിലേഷൻഷിപ്പ് എൻഡ് ആവാൻ സാധ്യതയുള്ളൊരു കാർഡാണ്. ചിലപ്പം ഫിനാൻഷ്യലി നമുക്ക് പൈസ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ തരാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ പണമില്ലാത്തതിൻ്റെ പേര് ബ്രോക്കായി പോകത്തില്ലേ, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ 10 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ്, ഫിനാൻഷ്യൽ ആണെങ്കിൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഇനി അതല്ല ഫിസിക്കലാണെങ്കിൽ നമ്മൾ ഒരു സർജറിയിലോട്ടൊക്കെ പോവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം പറ്റുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി. അതുപോലെ കരിയർ ആണെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നത്, അതാണ് ഈ 10 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു മാനസികമായിട്ടൊരു സംഘർഷത്തിലേക്ക് ഇന്ന ദിവസം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊന്നും എനിക്ക് വരാനുള്ളതല്ല, വെറുതെ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് വെക്കണ്ട. ഇതൊന്നും എനിക്ക് വരാനുള്ളതല്ല, എനിക്കിന്ന് വളരെ നല്ല ദിവസമാണ്, ഞാനിന്ന് എന്ത് വന്നാലും പുഞ്ചിരിയോടെ നേരിടും, ഹാപ്പി ആയിട്ടിരിക്കും, ഞാനതിനെ ആ രീതിയിൽ എടുക്കും എന്ന് വിചാരിക്കുക. വഴക്കിന് പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. 10 ഓഫ് സ്വാർഡാണേ. ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സ്ട്രാ എഫേർട്ട് എടുക്കുക, പുതിയൊരു സ്കില്ല് പഠിക്കുക, പുതിയ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, അത് കൂടുതലായിട്ട് പഠിക്കുക, പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുക, അതൊക്കെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇന്ന് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, ജോലി ഭാരം കൂടുതലായിരിക്കും, എന്നും ചെയ്യുന്നതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ അത് പണം ഏൺ ചെയ്യാനും കൂടി ഉള്ളതായതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഇടും. നിങ്ങൾ ഒരു മാസ്റ്റർ ആകും എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഇന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും കേട്ടോ. ദെൻ
സ്റ്റാർ കാർഡാണ്. സ്റ്റാർ ഒരു പ്രതീക്ഷയുടെ കാർഡാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു സമാധാനത്തിൻ്റെ പുതിയ അന്തരീക്ഷം ഉണ്ടാക്കപ്പെടും എന്നാണ്. ഇപ്പോൾ സമാധാനം ഇല്ലാത്തടത്തൊക്കെ ഒരു സമാധാനം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പ്രതീക്ഷയോടുകൂടി ഇരിക്കാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ വളരെ ഒരു എവിടെയാണോ നിന്ന് പോയത് അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ. ഇതൊരു ഹീലിങ്ങിൻ്റെ കൂടെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഹീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഫിസിക്കലി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. മാനസികമായിട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റീഡിംഗ് എടുക്കുന്നതോ അല്ലെങ്കിൽ ആസ്ട്രോളജി നോക്കുന്നതോ ഹീലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതോ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹീലിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അതുപോലെ ടാരോ പഠിക്കുക, ആസ്ട്രോളജി പഠിക്കുക, ഹീലിംഗുമായി ബന്ധപ്പെട്ട ഏഞ്ചൽ ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, റേക്കി, പ്രാണിക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലും ഹീലിംഗ് സെഷൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാനൊക്കെ സാധ്യതയുണ്ട്, പഠിക്കാൻ തുടങ്ങുന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ദെൻ 2 ഓഫ് സോഡാണ്. ഇതൊരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുക. വേണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. കാരണം തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ പെയിൻഫുൾ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഇന്ന ദിവസം തീരുമാനം എടുക്കണം. ഇന്ന് തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ദിവസം ആണ്. ദെൻ നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓഫർ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു സഹായം, നിങ്ങൾ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് സഹായം ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് കൂടുതലും നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പിണങ്ങി നിന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ തിരിച്ചു വരാനൊക്കെ സാധ്യതയുള്ള എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് അയാൾ തെറ്റൊക്കെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കുറച്ച് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ആളുകളോ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പെയിൻ അനുഭവിക്കുന്ന ആളുകൾ, വേദന അനുഭവിക്കുന്ന ആളുകൾ, ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ, സ്വന്തമായിട്ട് നടക്കാനൊന്നും പറ്റാത്ത ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒരു നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം കിട്ടുന്ന എന്തെങ്കിലും വാക്കുകൾ ചിലപ്പോൾ അവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്കൊരു സഹായമായിരിക്കും, ആരിൽ നിന്നെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 4 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാളെന്നാണ് ശരിക്കും. അപ്പം ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, അതൊന്ന് സൂക്ഷിക്കണം. ബാക്ക് പെയിനോ ഷോൾഡർ പെയിനൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വയറുവേദനയോ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ കാലുവേദനയായിരിക്കാം. പിന്നെ വയ്യാതാവുന്ന നമ്മുടെ എനർജി ലോസ് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോവർ എനർജിയിൽ പോകുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ലോവർ എനർജിയിലിട്ട് പോകുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഐ ആം പോസിറ്റീവ്, ഐ ആം ഹെൽത്തി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ ഇത് മരണം കേൾക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ റെസ്റ്റ് ഇല്ലാത്തവർ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ബോഡി അത് നീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാർഡിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ബോഡി ശരിക്കും റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് ആരോടെങ്കിലും നിങ്ങളെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പിന് പോകണം കേട്ടോ. ഫോളോ അപ്പ് നിർബന്ധമാണ്. ഈ 4 ഓഫ് സോഡിൻ്റെ കാർഡ് അത്ര നല്ലൊരു കാർഡല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എനിക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, കുറേ ദിവസമായിട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പിന് പോകണം കേട്ടോ. അതാണേ 4 ഓഫ് സോഡ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്കൊരു പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് വേണ്ടെന്ന് വെക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും. അതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ഇതൊരു എൻഡിങ്ങും ബിഗിനിങ്ങും കൂടെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഇല്ലാതായിട്ട് പുതിയൊരു കാര്യം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരികയും കൂടെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഡെത്ത് എന്ന് പറയുന്ന കാർഡ് കേട്ടോ. അത് ലിറ്ററൽ ഡെത്ത് അല്ല, പക്ഷെ അത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ ഡെത്തായിട്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നൊരു എനർജിയാണ്. പിന്നെ ഡെത്ത് ലിറ്ററലി ഡെത്ത് അല്ലെന്ന് പറഞ്ഞാലും ഇത് എന്തിൻ്റെയൊക്കെയോ അവസാനമാണ്. അപ്പോൾ ഇപ്പുറത്തൊരു 4 ഓഫ് സോഡും കൂടി ഉള്ളത് കൊണ്ട് ലിറ്ററൽ ഡെത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ മരണശൈലിയിൽ കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ മരണം ചിലപ്പോൾ സംഭവിക്കാനൊക്കെ സാധ്യത ഉള്ളതുപോലെയാണ് കാണുന്നത്. ഓക്കെ,
അപ്പോൾ ഇന്ന് വന്ന കാർഡുകൾ ഇതൊക്കെയാണ്. കാർഡുകളിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളിരുന്ന് നെഗറ്റീവാണ് പറയുന്നതെന്നൊന്നും കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. കാർഡിൽ കാണുന്നത് ഇതൊക്കെയാണ്. പിന്നെ ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും എന്നൊക്കെയാണ്. അതുപോലെ ഫിനാൻഷ്യലി ഒരുപാട് പണം നിങ്ങളെ വന്ന് ചേരും എന്നുള്ളതാണ്. ധാരാളം പണം നമ്മളെ വന്ന് ചേരും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണത്തിൻ്റെ രാജാവാകും എന്നാണ്. അപ്പോൾ കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടും. പൈസയ്ക്ക് ആവശ്യത്തിനുള്ള പൈസ നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ധാരാളം പണം കയ്യിലേക്ക് വരും എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങൾ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യണം എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനും കൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ നിങ്ങളിന്ന് മനസ്സിലാക്കുക, ഇത് ഇന്ന് ദിവസം സംഭവിക്കേണ്ടതാണ്. കാരണം 3 ഓഫ് സോർഡും 10 ഓഫ് സോർഡും ഡെത്തും 4 ഓഫ് സോർഡും ഒക്കെ പറയുന്നത് ഇത് ഇന്നത്തെ ദിവസം കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷനും കൂടെ നിങ്ങൾ പോകേണ്ടത് കൊണ്ടാണ് ഇന്ന് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് വരേണ്ടതാണ്. നമ്മൾ തടഞ്ഞാലും ചിലപ്പോൾ സംഭവിക്കേണ്ടത് തന്നെ ആയതുകൊണ്ട് അത് സംഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വന്നേക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.